അയ്യോ അമ്മേ അയ്യോ 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 നേരൊറ്റ കീറിയാൻ വെച്ചേരൂട്ടാ. നീ എന്നതാ ഈ ചിക്കൻ കുനിയ വന്ന പോലെ കിടന്ന് കാണിക്കുന്നത്? എടാ ഇത് ചിക്കൻ കുനിയ വന്നല്ല, പിന്നെ ഇതെന്റെ പുതിയ പടത്തിന്റെ സ്ക്രിപ്റ്റ് ആണ്. സാധനം ഇച്ചിരി ഹൊറാണ്ടാ. സ്ക്രിപ്റ്റ് ആണോ? വായിച്ചേ. വായിക്കാൻ വരട്ടെ. നീ ഇത് ഒരു കാര്യം കൊണ്ട് എത്ര നാളാണ് എന്റെ അടുത്ത് പോയേക്കണത്? എന്ത്? നിനക്കൊരു പ്രൊഡ്യൂസർ ഒപ്പിച്ചോണ്ടെന്ന് എനിക്ക് തരാൻ പാടില്ലേ? എടാ പ്രൊഡ്യൂസർ വേണമെങ്കിൽ കഥയ്ക്ക് നല്ല കാമ്പുണ്ടായിരിക്കും. ചേമ്പുള്ളത് വേറെ ഉണ്ടാ? ചേമ്പല്ല കാമ്പ്. നീ എവിടെ നിൽക്ക്, നീ ഇതൊന്ന് കേട്ടു നോക്ക്. അതായത് സമയം അർദ്ധരാത്രി 8:30. നമ്മുടെ കഥാനായകൻ സഹാറ മരുഭൂമിയുടെ മധ്യത്തിലുള്ള കൊടും കാട്ടിലൂടെ കൈനിറച്ച് പണവുമായുള്ള ഒരു പെട്ടിയുമായി കടന്നു വരികയാണ്. തൊട്ടപ്പുറത്ത് ആഞ്ഞിലി മരത്തിന്റെ ചുവട്ടിൽ നമ്മുടെ കഥയിലെ വില്ലൻ, അതായത് രാജൻ കൊള്ളക്കാരൻ. ഈ രാജൻ കൊള്ളക്കാരൻ നായകനെ കാണുന്നു, ചാടി നായകന്റെ മേത്തേക്ക് വീഴുന്നു, ഇടിച്ചു മറിച്ച് നായകനെ താഴ്ത്തിട്ടിട്ട് പണം കൈക്കലാക്കുന്നു. അപ്പൊ നായകന് പണം നഷ്ടമായ? പിന്നെ നഷ്ടമായി. നായകൻ കലിപ്പും പോത്തിട്ട് വില്ലന്റെ പുറത്തോട്ട് ചാടി കയറിയിട്ട് ഇടിച്ചു മറിച്ച് താഴ്ത്തിട്ട് വില്ലന്റെ പണം കൈക്കലാക്കും. അപ്പൊ വില്ലന് പണം നഷ്ടപ്പെട്ടു. അപ്പൊ വില്ലൻ ചാടി എന്നിട്ട് താടാ പോടാ എന്നൊന്ന് രണ്ടൊക്കെ പറഞ്ഞു. വീണ്ടും ചാടി വീണ് ഇടിയായി ഇടിച്ചു മറിഞ്ഞിട്ട് നായകന്റെ പണം വില്ലൻ കരസ്ഥമാക്കുന്നു. അപ്പൊ നായകന് പണം നഷ്ടമായി. ഇത് കഴിയുമ്പോഴത്തേക്ക് നായകൻ ഓടിച്ചെന്ന് വില്ലന്റെ ഒറ്റ ഇടി അങ്ങ് ഇടിക്കുന്നു, വില്ലൻ താഴ്ത്തു വീഴുന്നു, പണം നായകൻ എടുക്കുന്നു. അപ്പൊ പണം വില്ലന് നഷ്ടമായി. ഇതിനെല്ലാത്തിനും ഒടുവിൽ പണം ആർക്ക് നഷ്ടമാകും? പണം പ്രൊഡ്യൂസർക്ക് നഷ്ടമാകും. നിന്റെ പടം പിടിക്കാനൊന്നും ഞാൻ കൂടെ നിൽക്കില്ല. ഒന്ന് പോടാ. ഒരു കാര്യം പറയട്ടെ. എന്താ? അതായത് ഹൊറർ വേണ്ട എന്റെ ഒരു ഉഗ്ര ലവ് സ്റ്റോറി ഉണ്ടോ? പിന്നെ കൊള്ളാം, അത് നല്ല സ്കോപ്പാണ് ഇപ്പൊ. എന്നാൽ ലവ് സ്റ്റോറിയുടെ കഥ ഒന്ന് കേൾക്കാം. ഒരു പച്ചക്കറി കച്ചവടക്കാരന്റെ വീട്. പച്ചക്കറിക്കാരൻ. പുള്ളിയുടെ വീട്ടിൽ പുള്ളിക്ക് ഒരു തക്കാളി പരുവത്തിൽ മോൾ. തൊട്ടപ്പുറത്ത് തന്നെയാണ് ഉരുളക്കിഴങ്ങ് കച്ചവടക്കാരന്റെ വീട്. പുള്ളിക്കാണെങ്കിൽ സവാള പരുവത്തിലല്ലേ ഒരു മോൻ. അങ്ങനെ തക്കാളി പോലത്തെ മോനും സവാള പോലത്തെ മോനും തമ്മിൽ പ്രേമത്തിലാവും. അവിടെ ഒരു പാട്ടത്തില്ല. കൊള്ളാം. ആ ചിങ്ങപ്പിച്ചിങ്ങ അത് ഞാൻ സംഗീത സംവിധായകനെ കൊണ്ട് റെഡിയാക്കിക്കോളാം. അത് മതി. അങ്ങനെ ഇവര് പ്രേമത്തിലാണ് അറിഞ്ഞു. തൊട്ടപ്പുറത്ത് തന്നെ ഇഞ്ചി കച്ചവടക്കാരന്റെ മോനുണ്ട്. പുള്ളിക്ക് ഇവരോട് ഭയങ്കര കലിപ്പല്ലേ. ആ പയ്യൻ ഇവരെ പറ്റി നാട്ടിൽ മൊത്തം അപവാദം പറഞ്ഞുണ്ടാക്കി. അങ്ങനെ അപവാദം സഹിക്കവയ്യാതെ ആ പെൺകുട്ടിയും ആ ചെറുക്കനും ഒറ്റ കയറി തൂങ്ങി ആത്മഹത്യ ചെയ്യും. അങ്ങനെ ആ ആത്മഹത്യ സമയത്താണ് തൊട്ടപ്പുറത്തെ സ്റ്റേഷനിൽ SI വിവരം അറിയുന്നത്. രാജൻ കൊള്ളക്കാരൻ. അയ്യോ അത് മറ്റേ കഥയിലാണല്ലേ. SI ഇഞ്ചി കച്ചവടക്കാരന്റെ മോൻ വിവരം അറിഞ്ഞിട്ട് ഇങ്ങോട്ട് വരികയാണ്. തോക്കെടുത്തിട്ട് ഈ വില്ലനെ അങ്ങോട്ട് വെടിവെച്ച് കൊല്ലുകയാണ്. ആ വെടിയുണ്ട് എന്ന് പൊളന്ന് എന്റെ പേര് കാണിക്കോടാം. അവിടെ പടം സ്റ്റോപ്പ് ആവുകയാണ്. എന്റെ ഈ കഥ സിനിമയാക്കാൻ പറ്റത്തില്ല. നല്ലൊരു സാമ്പാർ വെക്കാൻ കൊള്ളാം. പോലെ ഞാൻ പറയണൊന്ന് കേക്ക്. എനിക്ക് എങ്ങനെയെങ്കിലും ഒരു പ്രൊഡ്യൂസർ ഒപ്പിച്ചതാ. അപ്പൊ ഇല്ലെങ്കിൽ നീ സമ്മതിക്കുക? ഇല്ല. ഒരു കാര്യം ചെയ്യ്, എന്റെ കയ്യിൽ നല്ല ഒന്നാം തരം ഒരു പ്രൊഡ്യൂസർ ഉണ്ട് മോനെ. ഒരു ആഫ്രിക്കക്കാരൻ. കണ്ട ആപ്പോപ്പ ആഫ്രിക്കക്കാരൻ നമുക്ക് പറ്റില്ല. ആപ്പോപ്പ ആഫ്രിക്കക്കാരനൊന്നും അല്ല. അങ്ങനെ കീഴിൽ ഒരു 10-250 പേരുണ്ട്, അറിയാം. അത്രക്ക് വലിയ എന്നാ ഇപ്പൊ തന്നെ 20 രൂപ കയ്യിൽ. ആഫ്രിക്കക്ക് വിട്ടാലോ? ഇപ്പൊ നീ ആഫ്രിക്ക പോകണ്ട. പുള്ളി ഓൺ ദ സ്പോട്ടിൽ ഇപ്പം ഇവിടെ എത്തും. ഇതാണ് ഞാൻ പറഞ്ഞ സ്ക്രിപ്റ്റ് റൈറ്റർ. എന്നാണോ ഇത് സാറേ? ഇയാളുടെ നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ട്. എന്റെ നല്ലൊരു കഥയുണ്ട് സാറ്. സിനിമ പിടിക്കാനാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഞാൻ ആഫ്രിക്കയിൽ പോയി പെയിന്റിങ്, വാർക്കപ്പണി, റോഡ് പണി, ടാറിങ് ഇതൊക്കെ ചെയ്ത് ഇഷ്ടംപോലെ കാശുണ്ടാക്കിയിട്ടുണ്ട്. കാശ് എനിക്കൊരു വിഷയമേ അല്ല, സിനിമയാണ് വിഷയം. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് സിനിമ ഷൂട്ട് ചെയ്യാം. പക്ഷേ ഇതിലെ നായകനാരാ? നായകനിപ്പോ ഞാൻ ആലോചിച്ചിട്ട് മമ്മൂട്ടിനാണ്. മമ്മൂട്ടിയോ? മമ്മൂട്ടിയൊന്നും വേണ്ട. മമ്മൂട്ടി വേണ്ട, ശരിയാകത്തില്ല. ഈ കുത്തു മാത്രമേ ഉള്ളൂ. നമുക്ക് മോഹൻലാൽ ഇടാം. മോഹൻലാൽ വേണ്ട, ഈ ചെരിവ് മാത്രമേ ഉള്ളൂ. മോഹൻലാലൊന്നും വേണ്ട. ഒരു കാര്യം ചെയ്യാം, ഈ പടത്തിന് പറ്റിയ ഒറ്റ നായകനേ ഉള്ളൂ. ഇതും ഇല്ലാത്ത ഞാൻ നായകനായിക്കോളാം. ഹലോ, നിന്റെ പൈസ ഉണ്ടോ? എന്റെ കഥാപാത്രത്തിന് കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. ഏത് കഥാപാത്രം? സുഖുവോ? ആ സുഖുനെ കൊല്ലാൻ പറ്റില്ല. ഇവിടെ നീ സുഖുനെ കൊല്ലണം. പുള്ളി പ്രൊഡ്യൂസറാണ്, പുള്ളിയുടെ പൈസ മുടക്കാനുണ്ട്. എന്നാലും ആ മുഖം വെച്ചിട്ട് ശരിയാവൂല അത്. ഹലോ, ഞാൻ തന്നെയാ, ഞാൻ നായകനാ. അയ്യോ എല്ലാം റെഡിയാകുന്നേ, ഞാൻ നായകൻ. ശരിയാവൂല അത്. റെഡിയായോ? ആൽബം പുള്ളി ഇതേ വരുന്നുണ്ട്. സിനിമ എവിടം വരെയായി? സിനിമയുടെ കാര്യം നടക്കൂല. അതെന്താ? കഥയൊന്നും തീർന്നില്ല. കഥ തീർന്നിട്ടില്ല. അതാണ് കഥ തീർന്നിട്ടില്ല. അയ്യോ ഇല്ലേ? അപ്പൊ നമുക്ക് വേറെ കാര്യം ചെയ്തല്ലോ സാറേ.
നമുക്കൊരു ആൽബം പിടിച്ചാലോ? ആൽബം? പിന്നെ ആൽബത്തിനോട് എനിക്ക് താല്പര്യമുണ്ട്. പിന്നെ അതിനാണല്ലോ ഞാൻ ആഫ്രിക്കയിൽ പോയി വാർക്കപ്പണി ചെയ്ത്, ടാർ പണി ചെയ്ത്, മൈക്കാട് പണി ചെയ്ത് കാശുണ്ടാക്കി അല്ലേ? അപ്പൊ നമുക്ക് എന്തായാലും ആൽബം ഷൂട്ട് ചെയ്യാം. ഷൂട്ട് ചെയ്യാം. പക്ഷെ ഒരു കാര്യമുണ്ട്. എന്താണ്? നല്ല മുഖം. ആൽബത്തിലെ നായകനും ഞാൻ തന്നെ ആയിരിക്കും. വണ്ടി വിട്ടോ, മേക്കപ്പ് ചെയ്യണം. എന്റെ സുഖം കൊല്ലാൻ സമ്മതിക്കില്ല. ഇതാരാ നിന്റെ ഈ സുഖം ക്ലീറ്റസും? എന്റെ കഥാപാത്രങ്ങള്. അയാൾ എങ്ങനെ ചത്തുപോകുന്ന നീ പറയുന്നത്? എന്റെ പൊന്നോ, ആ പ്രാന്തം പ്രൊഡ്യൂസർ ഇതിൽ അഭിനയിച്ചാണ്ടില്ല. എന്റെ കഥാപാത്രങ്ങൾ ചാകും. നിന്റെ കഥാപാത്രങ്ങളൊക്കെ ചത്തോട്ടെ. നമുക്കിവിടെ പൈസയാണോ മുഖ്യം? പൈസ വേണം. പൈസ പോരെ? പൈസ വേണം. നമ്മൾ ഇയാളെ കൊണ്ട് ഒരു 3 ലക്ഷം രൂപയ്ക്ക് ഒരു ആൽബം അങ്ങ് പിടിക്കുന്നു. ആൽബം പിടിക്കുന്നു. ഒരു 10,000 രൂപയ്ക്ക് നമ്മൾ ഷൂട്ട് തീർക്കുന്നു. ബാക്കി 2,90,000 രൂപ നമ്മൾ രണ്ടുപേരും എടുക്കും. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഐഡിയ കൊള്ളാം. സൂപ്പർ. ഇത് ആര് സംവിധാനം ചെയ്യും? അതിന് പറ്റിയൊരു ഉഗ്രനൊരാള് എന്റെ കസ്റ്റഡിയിലുണ്ട്. അതാരാണ്? സജി അലൂമിനിയം. പെടക്കണമീൻ വമ്പിച്ച വെളിടിവേ കാളൻ പൂളാൻ ചെമ്മീൻ കാളൻ ഓലൻ അവിൽ ചെമ്മീൻ വമ്പിച്ച വെളിടിവേ തീരാൻ പോണേ പെടക്കണമീൻ കടന്നു വരൂ വമ്പിച്ച വെളിടിവേ. സജി, നീ എന്താ അലൂമിനിയം പാത്രമൊക്കെ ആയിട്ട്? സജി അലൂമിനിയം ജീവിക്കണ്ടേടാ. കടന്നു വരൂ മീ വമ്പിച്ച വെളിടിവേ വമ്പി. അതെ, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. അയ്യോ, പ്രധാനമന്ത്രി എന്നൊക്കെ പറഞ്ഞ ഭയങ്കര റിസ്ക് ഉള്ള പണി. എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ പ്രധാനമന്ത്രി ആവാൻ പറ്റിയ ഒരു ചളുക്ക്. പ്രധാനമന്ത്രി അല്ല, പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്നാ പറ. എന്താന്ന് വെച്ചാ വീട്ടിൽ കൊണ്ട മീൻ തന്നെ ആരും എന്നോട് പറയാൻ നിൽക്കരുതുള്ള കാര്യം ഞാൻ പറഞ്ഞു. അതല്ല, നീ ഞങ്ങൾക്ക് ഒരു ആൽബം ചെയ്തു തരണം. ഞാനാ? എന്താടാ? പറയട്ടെ, നീ പ്രശ്നം ഉണ്ടാക്കാതെ കാര്യം തരാം. ഇത്രയും കാലം ഞാൻ ഈ പഠിക്കണം. ഇന്നേ ഒരാൾ വന്ന് എന്നോട് ആൽബം ചെയ്യണോന്ന് പറഞ്ഞിട്ടില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വന്ന് എന്നോടൊരു ആൽബം ചെയ്യണോന്ന് പറഞ്ഞത്. ഒരു കുഴപ്പമില്ല, നീ അതൊന്ന് ചെയ്തു തരണം. എടാ, ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ലക്ഷം രൂപയെ ബഡ്ജറ്റ് ഉള്ളൂ. അതിൽ 10,000 രൂപ കൊണ്ട് ഷൂട്ടിംഗ് തീർത്ത്. 3 ലക്ഷം രൂപയുണ്ടല്ല, തീർത്ത് തന്നെ ആരും ഞാൻ എത്തി. എന്തായാലും നിങ്ങൾ എത്തേണ്ടടുത്ത് തന്നെയാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട. നാളെ തന്നെ നമ്മുടെ ആൽബം ഷൂട്ട് ചെയ്തിരിക്കും. മൊഞ്ചുള്ള പൂളോൻ. അയ്യോ, നമ്മുടെ സജി വന്നു. എടാ സജി, എടാ പുള്ളേ, അതൊക്കെ അവിടെ മാറ്റി വെക്കടാ. ചായപ്പാത്രം എന്ത് തടാ മേക്കപ്പ് മാൻ അങ്ങോട്ട്. ഹലോ ഹലോ. അപ്പൊ സെറ്റപ്പ് ഒക്കെ റെഡി. നമുക്ക് ഷൂട്ടിംഗ് തുടങ്ങിയേക്കാം. ഓക്കെ അല്ലേ? ഓക്കെ. ഓ, നല്ല ഗമയിലാണല്ലോ വന്നേക്കണത്. ചേട്ടന്റെയാ എന്ത് പാന്റ് കാശൊക്കെ റെഡി ആണല്ലോ. കാശ പ്രൊഡ്യൂസറേ ആഫ്രിക്കക്കാരനാണ്. പിന്നെ അങ്ങോട്ട്. അയ്യോ, നായകൻ എന്ത്? നായകൻ അവിടെ മേക്കപ്പ് ഇട്ടോണ്ടിരിക്കും. അപ്പൊ തുടങ്ങാം. അല്ല, നായിക എവിടെയാണ്? നായികയുടെ കാര്യം ഏറ്റതാരാണ്? ഈ സജിയാണ്. സജി ഒരു നായികയുടെ കാര്യം ഏറ്റാണല്ല, അത് ഏറ്റതാണ്. ഇന്നേ വരെ വെള്ളിത്തിരയിൽ വരാത്ത ഒരു പുതുമുഖം. അതാണ് നമുക്ക് വേണ്ടത്. അവളെ പറ്റി പറയുകയാണെങ്കിൽ കറൂപ്പിന്റെ കണ്ണുകൾ, കുറുവയുടെ ചെതുമ്പൽ, തത്തപ്പന്റെ വാല്, മറ്റേ പൂളോന്റെ ഉളുമ്പ്, നായികയുടെ പേരെന്താണ്? ഭാഗ്യദേവത. പണം നമ്മള് വാരും. നായികനെ വിളിക്കട്ടെ? ഓക്കെ ആണല്ലോ. ഓക്കെ. രമണിയെ രമണിനെ എന്ത് വിളിച്ചാലും അവള് വിളി കേട്ടോളൂ. അവക്ക് അതിന്റെ അഹംഭാവം. കണ്ട. നമസ്കാരം. നായികയായ ഇങ്ങനെ ഒരു ഐശ്വര്യമുള്ള പെൺകുട്ടിയെ തന്നെ ഞാൻ പ്രതീക്ഷിച്ചത്. ഇതാണ് നായിക. ഓക്കെ അല്ലേ? പോയി മേക്കപ്പ് ഇട്ടു. അപ്പൊ കുട്ടി കഥ തന്തോ നിന്തൊക്കെ ഞാൻ പറഞ്ഞു കേട്ടാ. പോയി മേക്കപ്പ് ഇട്ടു. അല്ല, നായകൻ എവിടെ? നായകൻ ഇതാരത്? ഇതല്ലേ നമ്മുടെ നായകൻ. എന്റെ സാറ് ഇത് എന്ത് കോല ഇത്? ആൽബത്തിൽ അഭിനയിക്കാൻ വേണ്ടി മുടി ഒന്ന് സ്ട്രൈറ്റ് ചെയ്തേ. ഇത് ഏതാണ്ട് മൊട്ടക്കുരിനെ പോലെ ഉണ്ടല്ലോ. ഇത് നായകനാക്കാൻ പറ്റുമൊന്നുമില്ല. അയ്യോ, അങ്ങനെ പറയരുത്. ഈ ആൽബം ശരിയാവില്ല. ഇതൊന്നും നായകനൊന്നുമല്ല. പറഞ്ഞു വിടില്ല സാറേ, പ്രൊഡ്യൂസർ പുള്ളിയാണ്. ഞാൻ ഇല്ലാതെ ഇവിടെ ആൽബം പിടിക്കണ്ടല്ലേ? പിടിക്കണ്ട. തന്നെ നായകനാക്കിട്ട് ഈ ആൽബം ഞാൻ ചെയ്യില്ല. തനിക്ക് എന്തറിയാവടോ? എടോ, ഞാൻ ആഫ്രിക്കയിൽ പോയി വാർക്കപ്പണി, പെയിന്റിങ്, താറിങ്,
റോഡിന്റെ പണി ഇതൊക്കെ ചെയ്തുണ്ടാക്കിയ കാശ, എന്നിട്ട് എന്നെ അഭിനയിപ്പിക്കത്തില്ലല്ലോ. എന്തിനൊന്ന് പറഞ്ഞു വിടോ, ബാക്കിയോടും ചിരിച്ചിരിച്ച് ചാവൂല. ഞാൻ പറയാം പറഞ്ഞു മനസ്സിലാക്കി. ആക്കാൻ പറ്റില്ല നായകൻ. ഇതിനൊരു ചൂണ്ട കൊളത്തിട്ടാലേ വല്ല കൊമ്പരം പിടിക്കാം. പൈസ നിങ്ങൾ മുടക്കും, ഞാൻ പോലെ പോകില്ല. പോലെ ഞാൻ പറഞ്ഞേക്കും. ഇനിയിപ്പോ നായകനാക്കാൻ പറ്റിയില്ലെങ്കിലും നല്ലൊരു വേഷം തന്നാ പോരെ. അത് മതി. സാറേ, നല്ലൊരു വേഷം കൊടുക്കാൻ പറ്റും ആർക്ക്? പുള്ളിക്ക്. എന്നെ കൊണ്ടും പറ്റുമോ? എന്നാ വേണ്ട, ആൽബം വേണ്ട. പോലെ ഒരു പണി ചെയ്യാം. ആ. വല്ല പേയോളം കൊണ്ട് ഇതൊക്കെ അടിച്ചു കഴിഞ്ഞാ പറഞ്ഞോ. ഒരു വേഷം കൊടുക്കാം. ഒറ്റക്കൊരു വേഷം തരാം. അത് മതി. അതായത് നിങ്ങൾ ഓടുന്ന ഒരു സീൻ. ഇപ്പൊ എത്ര ഓടി? ക്യാമറ ഒക്കെ വെച്ച് ആക്ഷൻ പറയുമ്പോഴേ ഓടാവുള്ളൂ. ക്യാമറ വെച്ചിട്ട് ആക്ഷൻ ഓടിയാ പറയുമ്പോ മതിയോ? താൻ ഓടണം, ഞാൻ കട്ട് പറയുമ്പോഴേ ഓട്ടം നിർത്താവുള്ളൂ. ഇല്ലില്ല. ഏത്? ഓക്കേ. അപ്പൊ റെഡി ആണോ? റെഡി, ക്യാമറ റെഡി, റെഡി സ്റ്റാർട്ട്, ആ, ആക്ഷൻ, ഓടിക്കോ. മതിയോ? പോരാ പോരാ പോരാ, ഓടിക്കോ. ഓടി ഓടി വിളയാട, ഓടി ഓടി വിളയാട പാട്ട. അങ്ങനെ ആ ശല്യം ഒഴിവാക്കി ഇനി നമുക്ക് സ്വസ്ഥമായിട്ട് ആൽബം തുടങ്ങാം. സാറേ, അപ്പൊ വേറൊരു കാര്യം, ആ. ഈ ആൽബത്തിൽ അഭിനയിക്കാൻ ഞങ്ങൾക്ക് ചെറിയൊരു റോള് തന്നെ നിങ്ങൾക്കാ ഉണ്ട്. ഉണ്ടാ. നിങ്ങളും അഭിനയിക്കേണ്ടതില്. ഓക്കെ ഈ സജിയുടെ ആൽബം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും അഭിനയിക്കുന്നത്. അതാണ് ഈ ആൽബത്തിന്റെ പ്രത്യേകത. അപ്പൊ നമുക്ക് ഷൂട്ടിംഗ് തുടങ്ങാലോ. തുടങ്ങാൻ പറട്ടെ. ആരാ ഇതിലെ നായകൻ? അയ്യോ, നായകന്റെ കേസ് പറഞ്ഞില്ലല്ലേ? ഇല്ല. എടാ, ഈ സജി ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് ഏറ്റതാ. നായകൻ എന്ന് പറഞ്ഞ നിങ്ങൾ ഞെട്ടിപ്പോ. ആരാ? സൂപ്പർ നായകനല്ലേ? ആരാന്ന് പറ. ജാസി ലിഫ്റ്റ്. ആ ഇല്ലേ, വന്യ കണ്ടാ? നിർത്തടാ. ഓടറാ. ഓടാ. ഓടറാ, ഓടാ. ഓടറാ. വഴി കണ്ടിട്ടൊക്കെ. ഓടറാ. ഡാ, എത്ര ദിവസമായി ഷൂട്ട് തുടങ്ങിയിട്ട്? ഇന്നെങ്കിലും തീരുമോ? ഇന്നത്തോണ്ട് എന്തായാലും തീരും. ഏ? ഇപ്പൊ നമ്മള് ക്ലൈമാക്സ് അല്ലേ എടുക്കാൻ പോണ? തീർന്നില്ലേ? ക്ലൈമാക്സ് എടുക്കാൻ പോവല്ലേ? എന്നാ നിനക്ക് ആദ്യമത്തെ ദിവസം ക്ലൈമാക്സ് എടുക്കാൻ പാടില്ലായിരുന്നോ? അന്നത്തെ ദിവസം ബാക്കി പറഞ്ഞ് നമുക്ക് തീർക്കാറില്ലല്ലോ. അല്ല, അത് പോട്ടെ. ഈ ക്ലൈമാക്സ് എടുക്കാൻ പോകുന്ന പറഞ്ഞല്ലോ. എന്താ ഈ ക്ലൈമാക്സിന്റെ കഥ? ക്ലൈമാക്സ് എല്ലാരും കേട്ടു. നമ്മുടെ നായകൻ ഭയങ്കര പണക്കാരനാണല്ലോ, നായിക ഭയങ്കര പാവപ്പെട്ടവള്. ഇവർ തമ്മിൽ അഗാധമായ പ്രേമത്തിലാണ്. അപ്പൊ നായകന്റെ വീട്ടുകാർ ഇവള് പാവപ്പെട്ടവളായതുകൊണ്ട് കല്യാണം നടത്തി കൊടുക്കുന്നില്ല. അപ്പൊ നായകൻ തന്നെ വീട്ടിൽ നിന്ന് കുറെ പണവും സ്വർണ്ണവും ഒക്കെ എടുത്തോണ്ട് ഇവക്ക് കൊടുക്കുന്നു. അപ്പൊ ഇവള് പണക്കാരിയാന്ന് കരുതി വീട്ടുകാർ കല്യാണം നടത്തി കൊടുക്കുന്നു. മനസ്സിലായോ? അപ്പൊ ആദ്യം നമ്മൾ എടുക്കാൻ പോകുന്നത് കുറെ സ്വർണ്ണവും പണവും വേണമല്ലോ. അതിനിപ്പോ എന്ത് ചെയ്യും? അതൊക്കെ നമുക്ക് ഡെമ്മി ഉണ്ടാക്കിയ പോരെ. ഡെമ്മി ഒന്നും വേണ്ട. ഞാൻ ആഫ്രിക്കയിൽ പോയി പെയിന്റ് ചെയ്തും നല്ല കാശുണ്ടാക്കി അതെല്ലാം കൊണ്ടുവന്നിരിക്കുകയാണോ? ഒറിജിനൽ പൈസ ഷൂട്ട് ചെയ്തു. അത് മതി, അതിട്ട് ഷൂട്ട് ചെയ്യാം. അയ്യോ എന്റെ ദൈവം, നിറച്ച് പൈസ. അപ്പൊ ഈ ബാഗ്, ഈ പണമടങ്ങിയ ബാഗ് വളരെ ഗദ്ഗതത്തോടെ നായകൻ നായികയ്ക്ക് കൊടുക്കുന്നു. ആക്ഷൻ കൊടുക്കൂ. ഇനി നായകൻ വളരെ ഗദ്ഗതത്തോടെ നടന്നു നീങ്ങുന്നു. പൊക്കോളൂ, ഗദ്ഗതത്തോടെ പൊക്കോളൂ. നടന്നു നീങ്ങുന്നു. പോട്ടെ, ആ ബാഗ് കൊണ്ട്. ഇനി ആണ് സാറിന്റെ അഭിനയം. പിന്നെ സാറ് വളരെ ഗദ്ഗതത്തോടെ നടന്നു നീങ്ങുന്നു. വളരെ ഗദ്ഗതത്തോടെ. ആക്ഷൻ. പോട്ടെ പോട്ടെ പോട്ടെ, വിട്ടുപോട്ടെ. ഇനിയാണ് നിങ്ങൾ അഭിനയിക്കാൻ പോകുന്നത്. പിന്നെ നിങ്ങളല്ലേ ഇതിന്റെ മെയിൻ ആൾക്കാര്. നിങ്ങൾ രണ്ടാളും അതീവ ഗദ്ഗതത്തോടെ നടന്നു നീങ്ങുന്നു. കണ്ട? റെഡി, ആക്ഷൻ. നടന്നു നടന്നു നടന്നു. ഇനി ക്യാമറമാൻ വളരെ ഗദ്ഗതത്തോടെ വണ്ടി പോയി കയറുന്നു. പോയി കയറിക്കോ, പോയി കയറിക്കോ. പോയിക്കോ, ഗദ്ഗതത്തോടെ പോയി കയറിക്കോ. പൊക്കോ 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 പൊക്കോ, കയറിക്കോ. ഇനിയാണ് നമ്മൾ രണ്ടുപേരുടെ അഭിനയം. നമ്മൾ വളരെ സന്തോഷത്തോടെ കിട്ടിയ പണവും പൊന്നുമായി ഇവിടെ നിന്ന് മുങ്ങുന്നു. ഓക്കേ?